68 സങ്കീർത്തനം 1 ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുന്നു. അതേ അധ്യായത്തിൻ്റെ 18ഉം 19ഉം വാക്യം കൂടെ ചേർത്ത് നമ്മുടെ ധ്യാനത്തിനായി വായിക്കാം. 18-ാം വാക്യം: നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി. 19-ാം വാക്യം: നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറി ഓടുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുള്ളതായ ഒരു ഡയറക്റ്റായിട്ടുള്ള പ്രവചനമാണ് 68-ാം സങ്കീർത്തനം എന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. നോക്കൂ, ഇന്നത്തേക്ക് ഏതാണ്ട് 3 മാസം കഴിഞ്ഞു. 3 മാസത്തിലധികമായി ഇസ്രായേലും പലസ്തീനിലുള്ള ഹമാസും തമ്മിൽ യുദ്ധം. എന്താണ് കാര്യം? ഒരു കൂട്ടം ബന്ദികളെ ഹമാസ് ബന്ദികളാക്കി ഈ ഭൂഗർഭ അറകളിൽ പാർപ്പിച്ചിരിക്കുക. അവരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. നൂതനമായ പല സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ഇസ്രായേൽ ഭടൻ ഇസ്രായേൽ രാജ്യം അവിടെ വളരെയധികം തെരച്ചിൽ നടത്തുന്നു. ഭൂഗർഭ അറകളെ സ്കാൻ ചെയ്യുന്ന സംവിധാനം പോലും അവർക്കുണ്ട്. എങ്കിലും അവരുടെ കണ്ണിൽ പെടാത്ത രഹസ്യ അറകളിൽ ബന്ദികളെ പാർപ്പിച്ചിട്ടുണ്ട്. അവരെ വിടിവിക്കുവാൻ വേണ്ടിയുള്ള യുദ്ധം തുടരുകയാണ്. അനേകായിരങ്ങൾ ചത്തുവീഴുന്നു. നിർദോഷികളും പരമാർത്ഥികളും അല്ലെങ്കിൽ ഈ യുദ്ധവുമായിട്ടോ കലക്കവുമായിട്ടോ യാതൊരു ബന്ധമില്ലാത്തതായ നിരപരാധികൾ ധാരാളം കൊന്നൊടുക്കുന്നു. കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു, സ്ത്രീകൾ കൊല്ലപ്പെടുന്നു. എല്ലാത്തിനും കാരണം ബന്ദികൾ. ആ ബന്ദികളെ വിടുവിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ മരണത്തോടുള്ളതായ ബന്ധത്തിൽ തിരുവചനത്തിൽ വായിക്കുമ്പോൾ അവൻ്റെ മരണത്തോടുകൂടി അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അധോഭാഗങ്ങളെക്കുറിച്ച് നല്ലതുപോലെ കർത്താവിന് അറിയാവുന്നതുപോലെ ഈ ലോകത്തിൽ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ സ്വർഗത്തിലും ഭൂമിയിലും ഒന്നും ആർക്കും ഭൂഗർഭ അറകളെക്കുറിച്ച് അറിവില്ല. നോക്കൂ, എത്ര വലിയ മോഡേൺ ടെക്നോളജിയാണ് അമേരിക്കയുടെ കയ്യിലും യൂറോപ്പ് രാജ്യങ്ങളുടെ കയ്യിലും ഇസ്രായേലിൻ്റെ കയ്യിലുമൊക്കെ ഉള്ളത്. നമുക്ക് ചിന്തിക്കാവുന്നതിൽ എത്രയോ മടങ്ങ് വിദ്യകൾ അവരുടെ കയ്യിലുണ്ട്. എങ്കിലും ആ വിദ്യകളെല്ലാം തോൽവി അടയുന്നതായ രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവിങ്കിലേക്കൊന്ന് വരാം. അവൻ ഉയർത്തെഴുന്നേറ്റ ഉടനെ തന്നെ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി താൻ്റെ നാമം നിമിത്തം, തന്നെക്കുറിച്ചുള്ളതായ പ്രവചനം നിമിത്തം ഭക്തന്മാർ അവിടെ ബദ്ധന്മാരായിരിക്കുന്നത് കർത്താവ് കണ്ട് അവരെ പീഡിപ്പിച്ച് അവരെ ഉയരത്തിലേക്ക് കൈക്ക് പിടിച്ചു കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ദൈവത്തിൻ്റെ വചനം വളരെ പ്രധാനപ്പെട്ട വചനമാണ്. ആദിയോട് അവസാനം വരെ വ്യക്തമായി കേട്ടില്ല എങ്കിൽ മനസ്സിലാകില്ല. വ്യക്തമായി അവസാനം വരെയും കേൾക്കുക. നോക്കുക, കർത്താവ് എഴുന്നേൽക്കുമ്പോഴാണ് ശത്രുക്കൾ ചിതറിപ്പോകുന്നത്. നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനായി ജീവിക്കുമ്പോഴാണ് ശത്രുക്കൾ നമ്മുടെ മുൻപിൽ നിന്ന് ഓടിപ്പോകുവാൻ ഇടയായിത്തീരുന്നത്. അതായത് നമ്മുടെ ഭാരങ്ങളെ വഹിക്കത്തക്ക രീതിയിൽ നമ്മുടെ കർത്താവ് നമുക്ക് രക്ഷയായിത്തീരുന്നത് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ്. ക്രിസ്തുവിന് 3 സ്റ്റാറ്റസുകളുണ്ട്. ഒന്ന്, ന്യായപ്രമാണ ക്രിസ്തു, അതായത് ജഡത്തിലുള്ള ക്രിസ്തു. 2, ആത്മാവിലുള്ള ക്രിസ്തു. 3, തേജസ്സിലുള്ള ക്രിസ്തു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്നതായ ബോധ്യം അല്ലെങ്കിൽ പഠനം, ചിന്തന, അല്ലെങ്കിൽ നമ്മെ ധരിപ്പിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നതായ അല്ലെങ്കിൽ നമ്മൾ പ്രതിഷ്ഠിച്ചതായ ക്രിസ്തു ഏത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നത്. ന്യായപ്രമാണത്തിന് അധീനമായ ക്രിസ്തു ഉണ്ട്. ജഡത്തിൻ പ്രകാരം ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച ക്രിസ്തു. അവൻ ഭൂമിയിൽ പലവിധമായിട്ടുള്ളതായ ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു.
ഇതിനുള്ള കാലയളവിൽ 3 തരമായി ക്രിസ്തുവിനെ തിരിക്കുന്നുണ്ട്. ഒന്ന്, ന്യായപ്രമാണ ക്രിസ്തു, ജഡത്തിലെ ക്രിസ്തു. അതിനുശേഷം ആത്മാവിലെ ക്രിസ്തു. കർത്താവ് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആത്മാവിൽ ബലപ്പെട്ടിട്ട് പിന്നെ ആത്മാവ് അവനെ നടത്തുന്നിടത്തൊക്കെയും ആത്മാവിൻ്റെ പ്രമാണത്തിൻ പ്രകാരം താൻ യാത്ര ചെയ്യുകയുണ്ടായി 3.5 വർഷം. അങ്ങനെ താൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഗതി മാറി. അവൻ തേജസ്സിൻ്റെ കൂട്ടാളിയായിട്ട് മാറി, തേജസ്സിൽ ഉയർക്കപ്പെട്ടു. അതാണ് അവൻ ജഡത്തിൽ വന്നു, ആത്മാവിൽ നടന്നു, അതിനുശേഷം മരിച്ചടക്കപ്പെട്ട് തേജസ്സിൽ ഉയർക്കപ്പെട്ടു. ഇതിനെയാണ് ഗ്ലോറിയസ് ഗോസ്പൽ അഥവാ തേജസ്സിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. മനുഷ്യരുടെ ഹൃദയത്തിൽ ജഡത്തിലെ ക്രിസ്തുവാണെങ്കിൽ അതൊരു വിഗ്രഹ ആരാധനയായി മനുഷ്യരുടെ ജീവിതത്തിൽ പരിണമിക്കും. ശ്രദ്ധിച്ചു കേൾക്കുക. അതിനുശേഷം ആത്മാവിൽ നടത്തപ്പെടുന്ന ക്രിസ്തുവാണെങ്കിൽ നീ എപ്പോഴും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും തിരഞ്ഞുകൊണ്ടിരിക്കുന്നതായ മനുഷ്യനായിരിക്കും. ആത്മീക ജീവിതത്തിൽ വളരുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ദേഹിയാണെങ്കിലും തേജസ്സിലേക്കുള്ള നടത്തം നിനക്ക് സാധ്യമല്ലാതെ വരും. എന്നും നിനക്ക് വിടുതലും അടിമത്തരങ്ങളും അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾക്ക് നീ അടിമയായിരിക്കും. നിനക്ക് കർത്താവിൻ്റെ സന്ദർശനം നിനക്ക് ആവശ്യമായിരിക്കും. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് നിന്നിൽ വാഴുന്നതെങ്കിൽ, ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് നിന്നിൽ എഴുന്നേൽക്കുന്നതെങ്കിൽ അവിടെ നിൻ്റെ ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. നോക്കൂ, 3 വിധത്തിലുള്ള ക്രിസ്തുവിനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, ന്യായപ്രമാണ ക്രിസ്തു, അതായത് ജഡത്തിലുള്ള ക്രിസ്തു. 2, ആത്മാവിലുള്ള ക്രിസ്തു. ആത്മാവിലുള്ള ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ നാം എപ്പോഴും അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കാണണം, എപ്പോഴും അടയാളങ്ങൾ കാണണം. അത്ഭുതങ്ങൾക്ക് വേണ്ടിയും വിടുതലുകൾക്ക് വേണ്ടിയും ഓരോരോ അതിശയ പ്രവൃത്തികൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. എപ്പോൾ അതിശയങ്ങൾ നിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമല്ലാതിരിക്കുന്നുവോ അപ്പോൾ നിങ്ങളുടെ ഉള്ളതായ ക്രിസ്തു അപ്രത്യക്ഷമാകും. എന്നാൽ ജഡത്തിലുള്ളതായ ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ ഒരു വീക്ഷണമാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതെങ്കിൽ അത് ദിവസം തോറും നമ്മെ ഒരു വിഗ്രഹാരാധനയിലേക്ക് നമ്മെ നടത്തിക്കൊണ്ടിരിക്കും. ക്രിസ്തു എന്നുള്ളതായ വിഷയം നിനക്ക് വിഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് അവിടെ നിന്നൊക്കെ മാറി താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ആ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ മഗ്ദലക്കാരത്തി മറിയയും മറ്റ് ശിഷ്യന്മാരുമൊക്കെയും കല്ലറയ്ക്കൽ ചെന്നപ്പോൾ മിന്നി വിളങ്ങുന്നതായ വസ്ത്രത്തോടുകൂടി തേജസ്സിൽ ധരിച്ചതായ ദൂതന്മാർ അവിടെ നിൽക്കുന്നത് കണ്ടു. നോക്കൂ, കർത്താവിൻ്റെ ഗതി മാറി. അവൻ മിന്നി വിളങ്ങുന്നതായ ദൂതസംഘങ്ങൾക്ക് ആ ദൂതന്മാർ അവനെ അകമ്പടി സേവിക്കുന്നതായി കാണുന്നു. ഈ തേജസ്സിൻ്റെ ക്രിസ്തുവാണ് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. ആ തേജസ്സിൻ്റെ മുൻപിൽ അധോഭാഗങ്ങൾ അവന് മറവായി ഇരുന്നില്ല, എല്ലാം അവന് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ ഞാൻ വേറെ ഒരുവനെയും അറിയുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വാഴുമ്പോഴാണ്, ഉയിർപ്പിൻ്റെ ശക്തി വാഴുമ്പോഴാണ് ശത്രുക്കൾ നമ്മെ വിട്ട് ഓടിപ്പോകുന്നത്. നാം അടിമത്തരത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നത്. ഇല്ലായെങ്കിൽ നമ്മളെപ്പോഴും ബദ്ധന്മാരുടെ ലിസ്റ്റിലായിരിക്കും. നമ്മളെ കൈക്ക് പിടിച്ച് കർത്താവ് ഉയരത്തിലേക്ക് കൊണ്ടുവന്നു. ഏത് കർത്താവാണ് കൊണ്ടുവന്നത്? തേജസ്സിൻ്റെ കർത്താവ്, ഗ്ലോറിയസ് ക്രൈസ്റ്റ്. ദൈവത്തിന് മഹത്വം. സ്പിരിച്വൽ ക്രൈസ്റ്റ് അല്ല, അതിനേക്കാൾ ഒരുപടിയുടെ ഗ്ലോറിയസ് ക്രൈസ്റ്റ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ വകതിരിവറിയാതെ നാം എപ്പോഴും കർത്താവ് യേശു ക്രിസ്തു എന്നുള്ളതായ ഒരു ജഡസംബന്ധമായ ഒരു ബന്ധം പോലെ, ഇല്ലെങ്കിൽ ഒരു വിഗ്രഹം പോലെ നമ്മുടെ ഹൃദയത്തിൽ ആരാധിക്കുന്നു. സത്യമാണ്, നമ്മൾ ആരാധിക്കുന്നു, വിളിച്ചപേക്ഷിക്കുന്നു, സ്തുതിക്കുന്നു, പാടുന്നു, ആശ്രയിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെങ്കിൽ ഓരോ ദിവസം തോറും നമുക്ക് അവൻ്റെ സഹായം വേണം. അവൻ നമ്മുടെ അത്ഭുതങ്ങൾ കാണിച്ചെങ്കിൽ മാത്രമേ അത്ഭുതങ്ങളുടെ പുറകെ ഓടുന്ന ഒരോട്ടം. എല്ലാം നമ്മുടെ ജീവിതത്തിൽ മുഴുവനും എവിടെ പോയിരുന്നാലും അത്ഭുതം കാണണം. അത്ഭുതമില്ല എങ്കിൽ വിശ്വാസത്തിന് കോട്ടം വരുന്നു.
വിടുതലില്ല എങ്കിൽ വിശ്വാസത്തിന് കോട്ടം വരുന്നു. അവിടെ ശക്തിയില്ല എങ്കിൽ വിശ്വാസത്തിന് കോട്ടം വരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റവനായ ഒരു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, അതാണ് 68-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം വായിച്ചത്, ഇന്ന് കുറിവാക്യമായി വായിച്ചത്. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിയോടും. നോക്കൂ, നടക്കുന്ന ദൈവമല്ല, ഇരിക്കുന്ന ദൈവമല്ല, കിടക്കുന്ന ദൈവമല്ല, ദൈവത്തിൻ്റെ നാമമല്ല, എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നതായ എ റൈസ്ഡ് ക്രൈസ്റ്റ്. ദൈവത്തിന് സ്തോത്രം. ഉയർത്തവനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിതമാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം അറിയുന്നതായ ക്രിസ്തു തേജസ്സിൻ്റെ ഉടമയായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, അവിടെ ശത്രുക്കൾക്ക് നിൽക്കാൻ കഴിയില്ല, ശത്രു ചിതറിയോടും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയ രഹസ്യം ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ നമ്മുടെ രക്ഷയാകുന്നു. അവൻ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ രക്ഷയാകുന്ന ദൈവമാകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ളതായ ആ സംശയം നീങ്ങുമാർ പല പ്രാവശ്യം കേട്ട് ആ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു, തേജസ്സിൻ്റെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നിടം വരെയും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നാം കേൾക്കുകയും പല ഊര് വായിച്ച് ധ്യാനിച്ച് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഒരുപക്ഷെങ്കിൽ കർത്താവ് എന്നുള്ളൊരു നാമം മാത്രമായിരിക്കാം നമ്മൾ അറിയുന്നത്, ക്രിസ്തു എന്നുള്ളൊരു നാമം മാത്രമായിരിക്കാം അറിയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, സത്യം. യേശുവിൻ്റെ നാമത്തിൽ ആരാധിക്കുന്നു, സത്യം. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുന്നു, സത്യം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, സത്യം. അവനിൽ വിശ്വസിക്കുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് സാധ്യമാകുന്നു, സത്യം. എല്ലാം സത്യം തന്നെ. പക്ഷെങ്കിൽ നമ്മുടെ കഷ്ടസമയങ്ങളിൽ അവൻ നമുക്ക് രക്ഷയാകാത്തതിന് കാരണം ഉയർത്തെഴുന്നേറ്റ തേജസ്സിൻ്റെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എഴുന്നേൽക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ക്രിസ്തു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ക്രിസ്തു, ഇടത്തിലുള്ള ക്രിസ്തു, അല്ലെങ്കിൽ ആ ന്യായപ്രമാണ പ്രകാരം ജനിച്ചതായ ക്രിസ്തു, ആ പശുത്തൊട്ടിയിൽ ജനിച്ചതായ ശിശു, അല്ലെങ്കിൽ അമ്മയപ്പന്മാർക്കനുസരിച്ചിരുന്നതായ ശിശു, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ളതായ ക്രിസ്തുവിനെ തൻ്റെ ശിശുത്വത്തിലും തൻ്റെ യൗവനത്തിലും തൻ്റെ ആത്മീക ജീവിതത്തിലുമൊക്കെ നമുക്ക് കാണുവാൻ, ദർശിക്കുവാൻ കഴിയും. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതെങ്കിൽ, എഴുന്നേറ്റ് നിൽക്കുന്നതെങ്കിൽ, നമ്മുടെ അടിമത്തരമായ ജീവിതത്തിൽ നിന്ന് നമുക്ക് വിടുതലില്ല. നാം ഇപ്പോഴും ആ ഭൂഗർഭ അറകളിൽ നാം ബദ്ധന്മാരാണ്. ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റവനായ തേജസ്സിൻ്റെ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി വന്ന് നാം എവിടെ ബദ്ധന്മാരായിരിക്കുന്നുവോ ആ ബദ്ധന്മാരുടെ ഇടയിൽ നിന്ന് നമ്മെ ദൈവം കൈക്ക് പിടിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോകണം. എന്തിനാണ് ഈ കൈക്ക് പിടിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഇടയ്ക്ക് വെച്ച് അനേകം മണ്ഡലങ്ങളെ തനിക്ക് തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കർത്താവ് പിടിച്ചുകൊണ്ടുവരുന്നതായ വരവിൻ്റെ തിരുവചനത്തെ ആഴമായി പഠിക്കുമ്പോൾ അനേകം മണ്ഡലങ്ങളുണ്ട്, യുദ്ധമണ്ഡലങ്ങളുണ്ട്, എതിർമണ്ഡലങ്ങളുണ്ട്, ശത്രുമണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ നിന്നെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഒരു പിതാവ് അല്ലെങ്കിൽ ഒരമ്മ ഒരു ശിശുവിനെ കയ്യിലേന്തിക്കൊണ്ട് വരുന്നത് പോലെയാണ് ബദ്ധന്മാരെ അവൻ കൈക്ക് പിടിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുവരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, അനേക നാളുകളായി നീ ക്രിസ്തുവിനെ ആരാധിക്കുന്നവനും അറിഞ്ഞവനും രക്ഷിക്കപ്പെട്ടവനും ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവത്തിനു വേണ്ടി പാടുന്നവനും കഷ്ടതയിൽ കർത്താവിലെ വിളിച്ചപേക്ഷിക്കുന്നവനും ഒക്കെയാണ്. എങ്കിലും നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എങ്ങനെ വാഴുന്നു? ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിയോടുന്നു. നിൻ്റെ ജീവിതത്തിൽ ഒരു തേജസ്സിൻ്റെ ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ, അവൻ നിന്നിൽ രാജാവായി വാസം ചെയ്യുന്നുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിലെ അടിമത്തരത്തിൽ നിന്ന് നീ സ്വതന്ത്രനാണ്. നിനക്ക് വീണ്ടും നിന്നെ അടിമയാക്കുവാൻ ആർക്കും കഴിയുകയില്ല. ശത്രുവിന് നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. കാരണം ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്.
നിനക്ക് വിടുതലിൻ്റെ കരുത്തിന് വേണ്ടി നിനക്ക് വീണ്ടും വീണ്ടും കരയേണ്ട ആവശ്യമില്ല. നീ വിടുവിക്കപ്പെട്ടവനാ. യു ഓൾറെഡി റെഡീംഡ്. ദൈവത്തിന് മഹത്വം. ഈ ആഴമായ സത്യത്തിലേക്ക് കടന്നു വരാതെ വണ്ണം അനേക ശത്രുമണ്ഡലങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംശയങ്ങളും ചോദ്യങ്ങളും തർക്കങ്ങളും കൊണ്ടുവന്ന് നിന്നെ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന്, സംരക്ഷണത്തിൽ നിന്ന് നിന്നെ അന്യപ്പെടുത്തി കളയുന്ന ശത്രുവിൻ്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, നിൻ്റെ ശത്രു നിന്നെ വിട്ട് ഓടിപ്പോകുവാൻ, നിന്നെ പകയ്ക്കുന്നവർ നിന്നെ വിട്ട് ഓടിപ്പോകുവാൻ, നിൻ്റെ ഭാരങ്ങൾ ചുമക്കുന്ന രക്ഷയായ ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ശത്രുമണ്ഡലങ്ങൾ തോൽക്കുന്നു, നീ ജയിക്കുന്നു. നിനക്ക് ജയം അവിടെ ഉറപ്പാണ്. ഒരുത്തിനും നിന്നെ നേരിടുവാൻ കഴിയുകയില്ല. എവിടെയും ശത്രുവിന് നിന്നെ ഒളിപ്പിക്കുവാൻ കഴിയുകയില്ല. കാരണം വല്ലഭനായ ദൈവം തൻ്റെ തേജസ്സോടുകൂടെ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ തൻ്റെ ബദ്ധന്മാർ, തൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെന്നുള്ളത് വ്യക്തമായി തനിക്ക് കാണുവാൻ കഴിഞ്ഞു. അവരുടെ അടുത്ത് വന്നു, അവരുടെ കൈക്ക് പിടിച്ചു, ഉയരത്തിൽ ഇതാ കൊണ്ടുവന്നു. ഇപ്പോൾ അവൻ നമുക്ക് രക്ഷയായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമായി നമ്മോടുകൂടെ ഇരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഇന്നത്തെ കുറിവാക്യം നമുക്കൊന്ന് വായിക്കാം. 68-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിയോടുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിച്ച് അറിയേണ്ടത്, നമ്മുടെ ദേഹം തിരിച്ചറിയേണ്ടത്, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു എന്നിൽ എഴുന്നേൽക്കുന്നു, എൻ്റെ ശത്രുക്കൾ ചിതറിയോടുന്നു. തേജസ്സിൻ്റെ ക്രിസ്തു എന്നിൽ എഴുന്നേൽക്കുന്നു, നാൾതോറും അവനെൻ്റെ ഭാരങ്ങളെ ചുമക്കുന്ന രക്ഷയായി അവൻ എന്നോടുകൂടെ ഇരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു തൻ്റെ തേജസ്സോടുകൂടെ എന്നിൽ എഴുന്നേൽക്കുന്നു. എൻ്റെ ശത്രുക്കൾക്ക് എൻ്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ അവർ ചിതറിയോടുന്നു. ജയം ദൈവത്തിനുള്ളത്. അവനിൽ വിശ്വസിക്കുന്ന നീ, നിൻ്റെ കരത്തിൽ അവൻ പിടിച്ചിരിക്കുക. ഒരു ശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയുകയില്ല. ഗോഡ് ബ്ലെസ് യു.